Good morning and welcome to the show. Morning Vishnu, morning viewers. സാർ, നമുക്ക് മാർക്കറ്റിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇന്നലെ ഒരു ഹോളിഡേ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് കമ്മോഡിറ്റി മാർക്കറ്റിലോട്ട് ആദ്യം കടക്കാം. കമ്മോഡിറ്റി മാർക്കറ്റ് ഇപ്പോൾ നമുക്ക് നിലവിൽ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്, ഇന്നിപ്പോൾ കമ്മോഡിറ്റി മാർക്കറ്റിൽ ബ്രെൻഡ് ക്രൂഡ് അല്ലെങ്കിൽ ക്രൂഡ് ഓയിലൊക്കെ തന്നെ ഒരു ഇടിവ് രേഖപ്പെടുത്തുന്ന നിലയിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നത്. ക്രൂഡ് ഓയിൽ നോക്കുമ്പോൾ ഏകദേശം 1% മുകളിലേക്ക് ഒരു ഇടിവാണ് ഇന്നത്തെ ഒരു ട്രേഡിങ്ങിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ക്രൂഡ് ഓയിലിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? വിഷ്ണു, ക്രൂഡ് ഓയിലിന്റെ കേസിൽ ബ്രെൻഡ് ക്രൂഡിലും അതുപോലെ തന്നെ WIT ക്രൂഡിലും ഒക്കെ തന്നെ അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട്. ബട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കഴിഞ്ഞ 2-3 ആഴ്ചകളിൽ നമുക്ക് ഒത്തിരി നേട്ടം കിട്ടിയതിനെ തുടർന്ന് വളരെ ഷോർട്ട് ടേം ആയിട്ടുള്ള ചാർട്ട്സിലൊക്കെ ഒരു അല്പം ഓവർ ഹീറ്റിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ വളരെ കെയർഫുൾ ആയിരിക്കണം. $78 ലെവലിലെ മേജർ റെസിസ്റ്റൻസ് ക്രൂഡിന്റെ കേസിൽ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓൾറെഡി ആ ഒരു ലെവൽ എത്തിയതിനെ തുടർന്ന് ഇന്നലെ നമുക്ക് നേരിയ പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിച്ചു. കൈവശം ഓൾറെഡി നമുക്ക് ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ WTI ക്രൂഡിന്റെ കേസിൽ $71 ലെവലിലായിരിക്കും സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഇന്നത്തെ മാർക്കറ്റിലെ ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് അവസരം ക്രൂഡിൽ കാണാൻ സാധിക്കുന്നുണ്ട്. സാർ, നമുക്കിനി ഗോൾഡിലോട്ട് വരാം. ഗോൾഡ് ഇന്ന് നോക്കുമ്പോഴും 0.5% ഒരു ഇടിവിലാണ് ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. 3353 എന്നൊരു നിലയിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നത്. നമുക്ക് ഈ ഒരു വീക്കിലെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ ഗോൾഡിൽ ഇപ്പോൾ ഒരു 2% ഇടിവ് രേഖപ്പെടുത്തുന്ന നിലയിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നത്. ഗോൾഡിൽ താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ മുന്നോട്ട് എന്താണ്? വിഷ്ണു, സ്വർണത്തിന്റെ കേസിൽ അണ്ടർടോൺ ബുള്ളിഷായി തന്നെ തുടരുന്നു. കഴിഞ്ഞ 5 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് സ്വർണത്തിന്റെ കേസിൽ പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ ഇന്നത്തെ ട്രേഡിൽ നമ്മൾ ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ $3416 ലെവല് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ആ ലെവല് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീടുള്ള റെസിസ്റ്റൻസ് 3440, അതിനുശേഷം 3480 ആയിരിക്കും. അറ്റ് ദ സെയിം ടൈം ഓൾറെഡി നമുക്ക് ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 3310 സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കണം. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറും. ഇനി നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിലോട്ട് വരാം. അതായത് ഇന്ത്യൻ മാർക്കറ്റ് ഇന്നലെ നോക്കുമ്പോൾ ഒരു ഇടിവായിരുന്നു പൊതുവെ ഇന്നലെ മാർക്കറ്റിൽ കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി 50 നോക്കുമ്പോൾ ഒരു ഫ്ലാറ്റ് നെഗറ്റീവ് നോട്ടിൽ ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് 24,793 എന്നൊരു നിലയിലാണ് ഇന്നലെ ഒരു ട്രേഡിംഗ് ക്ലോസ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ട്രേഡിംഗ് നോക്കുമ്പോൾ ഒരു റേഞ്ച് ബൗണ്ട് ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് ആയിരുന്നു ഇന്നലെ നമുക്ക് കൂടുതലും നിഫ്റ്റി 50യിൽ കാണാൻ സാധിച്ചത്. നിഫ്റ്റി 50യിൽ താങ്കൾ ഇനി വാച്ച് ചെയ്തിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? നിഫ്റ്റി 50യുടെ കേസിൽ അണ്ടർടോൺ അഗെയിൻ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട്. ബട്ട് ഷോർട്ട് ടേമിൽ കഴിഞ്ഞ 5 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് പ്രോഫിറ്റ് ടേക്കിംഗ് കൺസോൾട്ടേഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. നിഫ്റ്റി 50യിൽ നമുക്ക് വളരെ സേഫ് ആയിട്ട് ഒരു ബൈങ് അവസരം ലഭിക്കണമെങ്കിൽ 25,100 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അറ്റ് ദ സെയിം ടൈം കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് ഏരിയ 24,400. 24,400 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറും. സാറിന് ഈ ബാങ്ക് നിഫ്റ്റിയിലോട്ട് വരുമ്പോൾ ഇന്നലെ 0.5% ഒരു ഇടിവാണ് നമുക്ക് കാണാൻ സാധിച്ചത്. 55,577 എന്നൊരു നിലയിലായിരുന്നു ഇന്നലത്തെ ഒരു ക്ലോസിംഗ് നടന്നതായിട്ട് കാണുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ ഒരു 50 മിനിറ്റ് ക്യാൻഡിൽ നോക്കുമ്പോൾ ആദ്യത്തെ 2 ക്യാൻഡിലൊക്കെ ഒരു നേട്ടം രേഖപ്പെടുത്തിയിരുന്നെങ്കിലും പിന്നീട് അങ്ങോട്ട് അത് നിലനിർത്താൻ സാധിക്കാതെ ഒരു താഴോട്ട് മാർക്കറ്റ് ഒരു ഡൗൺ സൈഡ് പോകുന്നതാണ് നമ്മൾ ഇന്നലത്തെ ഒരു ട്രേഡിങ്ങിൽ കണ്ടത്. നിഫ്റ്റി ബാങ്കിങ് സൂചികയിൽ താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ ഇനി എന്താണ്? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിലോ അണ്ടർടോൺ ലോങ് ടേം ട്രെൻഡ് കണ്ടിന്യൂസ് ടു ബി ബുള്ളിഷ്. ബട്ട് എക്സ്ട്രീം ഷോർട്ട് ടേം നോക്കുമ്പോഴേക്കും അഗെയിൻ കൺസോൾട്ടേഷൻ സൈഡ് വേസ് ആയിട്ട് കാണുന്നത്. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ നമുക്കൊരു ബൈങ് അവസരം ലഭിക്കണമെങ്കിൽ 56,100 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ആൻഡ് അറ്റ് ദ സെയിം ടൈം നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 55,100 സപ്പോർട്ടായിരിക്കാം ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറും. സാർ, നമുക്കിന്ന് ആദ്യമായിട്ടൊരു സ്റ്റോക്ക് നമ്മുടെ ഫോക്കസിലുള്ളത് ആക്സിസ് കെയ്റ്റ്സ് ടെക്നോളജീസ് ആണ്. ഇന്നലത്തെ ട്രേഡിംഗ് നോക്കുമ്പോൾ 5% ഒരു നേട്ടമാണ് സ്റ്റോക്ക് രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നത്. 1409 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡർ പ്രൈസാണ് സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിനെ സംബന്ധിച്ച് ഇന്നലെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസ് കൂടി നമുക്ക് ലഭ്യമായിരുന്നു. സ്റ്റോക്കിനെ സംബന്ധിച്ച് ഇന്ത്യയിൽ വളർന്നു വരുന്ന ബഹിരാകാശ ശേഷികൾ ശക്തിപ്പെടുത്താനായിട്ട് യൂറോപ്യൻ കമ്പനിയായ അൾഡോറയുമായി സഹകരിക്കാൻ ഒരു ധാരണാപത്രം കമ്പനി ഒപ്പുവെച്ചു എന്നുള്ളൊരു പോസിറ്റീവ് ന്യൂസും ഉണ്ടായിരുന്നു. ഇന്നലെ 5% നേട്ടവും സ്റ്റോക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആക്സിസ് കെയ്റ്റ്സ് ടെക്നോളജീസിൽ താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്താണ്? വിഷ്ണു, ആക്സിസ് കെയ്റ്റ്സ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് കഴിഞ്ഞ 1 മാസത്തിനിടെ ഈ സ്റ്റോക്ക് നമുക്ക് ഒത്തിരി നേട്ടമാണ് നമുക്ക് നൽകിയിരിക്കുന്നത്.
മെയ് 9 വെറും 741 രൂപയിൽ ട്രേഡ് ചെയ്ത സ്റ്റോക്ക് ഇന്നലെ ഏകദേശം 1420 രൂപയ്ക്ക് അടുത്തായിരുന്നു ട്രേഡിംഗ് അവസാനിപ്പിച്ചത്. നാച്ചുറലി ദ സ്റ്റോക്ക് ഇസ് ഓവർ ഹീറ്റഡ്. കഴിഞ്ഞ 4 ട്രേഡിംഗ് സെഷൻസ് ഈ സ്റ്റോക്ക് അപ്പർ സർക്യൂട്ടിലായിരുന്നു ക്ലോസ് ചെയ്തത്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. പുതിയ ലോങ് പൊസിഷൻസ് പൂർണ്ണമായിട്ട് ഈ സ്റ്റോക്കിൽ അവോയ്ഡ് ചെയ്യുക. സർ, നമുക്ക് അടുത്തതായിട്ട് ഇനി ചോദിക്കാനുള്ള ഒരു സ്റ്റോക്ക് ITD സിമെൻറ്റേഷൻ ആണ്. അതിൽ കമ്പനിയെ സംബന്ധിച്ച് ഒരു പോസിറ്റീവായിട്ടൊരു ന്യൂസ് ആദ്യം ഷെയർ ചെയ്യാണ്. 960 കോടി രൂപയോളം വാല്യൂ വരുന്ന 2 പുതിയ കരാറുകൾ കമ്പനിക്ക് ലഭിച്ചതായിട്ടുള്ളൊരു ന്യൂസാണ് പറയാനുള്ളത്. ഏതായാലും സ്റ്റോക്കിൻ്റെ ഒരു ട്രേഡിംഗ് നമ്മൾ നോക്കുമ്പോൾ ഇന്നലെ 1% ഒരു നേട്ടമാണ് സ്റ്റോക്കിൽ നമുക്ക് കാണാൻ സാധിച്ചത്. സ്റ്റോക്കിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു മന്ത്ലി ട്രേഡിംഗ് നോക്കുമ്പോൾ കഴിഞ്ഞ ഒരു ജൂലൈ തൊട്ട് വലിയ രീതിയിലൊരു കൺസോൾട്ടേഷൻ ആയിരുന്നു സ്റ്റോക്കിൽ കാണാൻ സാധിച്ചത്. എന്നാൽ കഴിഞ്ഞ മാസം ഏകദേശം 46% റിട്ടേൺ ആണ് സ്റ്റോക്ക് നൽകിയത്. ഈ ഒരു മാസം 13% റിട്ടേണും നൽകിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു 50%-ലധികം റിട്ടേൺ ആണ് ഈ ഒരു 2 മാസത്തിൽ സ്റ്റോക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? വിഷ്ണു, ITD's cementation also is a mid cap stock. ബട്ട് ഈ സ്റ്റോക്കിന്റെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് വളരെ ബുള്ളിഷ് ആയിട്ടാണ് കാണുന്നത്. നമ്മൾ ആക്സിക്കേറ്റ്സിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് തുടക്കം മുതൽ തന്നെ ഒത്തിരി നേട്ടമാണ് കാണാൻ സാധിച്ചിരിക്കുന്നു. ബട്ട് സിമിലർ ടു ആക്സിസ് കേറ്റ്സ് ഈ ഒരു സ്റ്റോക്കിൽ ഓവർ ഹീറ്റിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ ലോങ് പൊസിഷൻസ് അവോയ്ഡ് ചെയ്യുക. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ലോങ് ടേം ഇൻവെസ്റ്റർ ആണെങ്കിൽ 735 സപ്പോർട്ടായിരിക്കാൻ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. സോ നമുക്ക് അടുത്തൊരു സ്റ്റോക്കിന് ഉള്ളത് കെയ്നസ് ടെക്നോളജീസ് ആണ്. ഇതിൻ്റെ ഒരു ഓൾ ടൈം ഹൈ നോക്കുമ്പോൾ കഴിഞ്ഞ ജനുവരിയിലാണ് ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നത്. അതിനുശേഷം ഒരു ഇടിവ് രേഖപ്പെടുത്തി വന്ന സ്റ്റോക്ക് മാർച്ച് മുതൽ തുടർച്ചയായി ഇപ്പോൾ ഒരു 3 മാസങ്ങളിൽ നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് ആണ് നിലവിൽ നൽകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നോക്കുമ്പോൾ ഒരു ഏകദേശം 25% ഇടിവിൽ ഓൾ ടൈം ഹൈയിൽ നിന്ന് അത്രയും ഇടിവ് രേഖപ്പെടുത്തുന്ന നിലയിലാണ് ട്രേഡിംഗ് തുടരുന്നത്. ഇന്നലെ 2%-നടുത്ത ഒരു ഇടിവാണ് സ്റ്റോക്ക് രേഖപ്പെടുത്തിയത്. ഏതായാലും സ്റ്റോക്കിനെ സംബന്ധിച്ചൊരു ന്യൂസ് കൂടി ഷെയർ ചെയ്യാണ്. ഏതായാലും QIP വഴി ധനസമാഹരണം നടത്താൻ 1600 കോടി രൂപ ധനസമാഹരണം നടത്താൻ കമ്പനി തീരുമാനമെടുത്തു എന്നൊരു ന്യൂസും ഷെയർ ചെയ്യുന്നു. കെയ്നസ് ടെക്നോളജീസിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? കെയ്നസ് ടെക്നോളജിയുടെ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആയി തന്നെ തുടരുന്നു. ബട്ട് വളരെ ഷോർട്ട് ടേം നോക്കുമ്പോഴേക്കും അല്പം വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് 5310 ആയിരിക്കും. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് ഷോർട്ട് ടേമിൽ നമ്മൾ പൊസിഷൻസ് ഒന്നും തന്നെ മെയിൻറ്റെയിൻ ചെയ്യരുത്. ഈ സ്റ്റോക്കിൽ നമുക്കൊരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ 5810 രൂപയുടെ റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കണം. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ പിന്നീടുള്ള റെസിസ്റ്റൻസ് 6000, 6200, 6400. അടുത്തൊരു സ്റ്റോക്ക് നമ്മുടെ വാച്ച് ലിസ്റ്റിലുള്ള സ്റ്റോക്ക് നെസ്ലെ ഇന്ത്യയാണ്. നെസ്ലെ ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്കൊരു ന്യൂസ് ആദ്യം ഷെയർ ചെയ്യാനുള്ളത് ബോണസ് ഇഷ്യൂ പരിഗണിക്കാൻ വേണ്ടി 26-ാം തീയതി ബോർഡ് മീറ്റിംഗ് ചേരുമെന്നുള്ളൊരു പോസിറ്റീവ് ന്യൂസാണ് ആദ്യം ഷെയർ ചെയ്യാനുള്ളത്. ഏതായാലും സ്റ്റോക്കിനെ പറ്റി നെസ്ലെ ഇന്ത്യയുടെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു ഇന്നലെ 1% ഒരു ഇടിവിൽ 2318 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡർ പ്രൈസുമാണ് കാണാൻ സാധിക്കുന്നത്. FMCGയിൽ നിന്നുള്ള ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ ഇനി എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി നെസ്ലെ ഇന്ത്യയുടെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നത്. ഈ സ്റ്റോക്കിൽ ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് അവസരം കാണാൻ സാധിക്കുന്നില്ല. ഈ സ്റ്റോക്കിന്റെ ഒരു മേജർ സപ്പോർട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് 2285 രൂപയില. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ പിന്നീട് നമ്മൾ ലോങ് പൊസിഷൻസ് മെയിൻറ്റെയിൻ ചെയ്യരുത്. സാർ, നമുക്ക് അടുത്തൊരു സ്റ്റോക്ക് ഉള്ളത് സ്വിഗ്ഗിയാണ്. സ്വിഗ്ഗിയെ പറ്റി നോക്കുമ്പോൾ നമുക്ക് നിലവിലത്തെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ ഇന്നലെ സ്റ്റോക്ക് 2.3% നേട്ടമാണ് രേഖപ്പെടുത്തിയത്. 374 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡർ പ്രൈസ് സ്റ്റോക്ക് രേഖപ്പെടുത്തുന്നുണ്ട്. കഴിഞ്ഞ മാസവും നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ട്രേഡിംഗ് ആണ് സ്വിഗ്ഗി ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. സ്വിഗ്ഗിയിൽ താങ്കൾ ഇനി വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? സ്വിഗ്ഗിയുടെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. ആൻഡ് കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. കറന്റ് ലെവൽസ് ഇനി പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. കാര്യം കഴിഞ്ഞ 4-5 ട്രേഡിംഗ് സെഷൻസും നമുക്ക് ഓൾറെഡി നേട്ടം നൽകി കഴിഞ്ഞു ഈ സ്റ്റോക്ക്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ഇനി നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസിൽ ആദ്യത്തെ 395, അതിനുശേഷം 410. ഇനി നമുക്ക് സുസ്ലോണിൻ്റെ ഒരു ടേക്കാണ് അറിയേണ്ടത്. 2.4% ഇടിവിൽ 62 എന്നുള്ളൊരു പ്രൈസിലാണ് ഒരു ലാസ്റ്റ് ട്രേഡർ പ്രൈസ് കാണുന്നത്. കഴിഞ്ഞ 3 മാസങ്ങളിൽ നേട്ടം രേഖപ്പെടുത്തി വന്ന സ്റ്റോക്ക് ഈ ഒരു മാസം ഇപ്പോൾ ഒരു ഇടിവ് രേഖപ്പെടുത്തുന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് രീതിയിലുള്ളൊരു ട്രേഡിംഗ് ആണ് സുസ്ലോണിൽ കാണാൻ സാധിക്കുന്നത്. താങ്കൾ ഇനി സുസ്ലോണിൽ എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്?
സുസ്ലോണിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് കണ്ടിന്യൂസ് ടു ബി ബുള്ളിഷ്, ബട്ട് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറിയിട്ടുണ്ട്. ഈ സ്റ്റോക്കിന്റെ വളരെ മേജർ ഒരു സപ്പോർട്ട് ഏരിയ 60 രൂപയിലായിരിക്കും. സോ വി ഹാവ് ടു വെയിറ്റ് ആൻഡ് സി 60 രൂപയുടെ സപ്പോർട്ട് നിലനിൽക്കുന്നുണ്ടോ എന്ന്. അതിനുശേഷം മാത്രമേ നമുക്ക് പുതിയ ലോങ് പൊസിഷൻ എടുക്കാനുള്ള ലോ റിസ്ക് അവസരം കണ്ടെത്താൻ സാധിക്കത്തുള്ളൂ. ഇനി അറിയേണ്ടത് ട്രെഡ് വ്യൂ ആണ്. 2.8% ഇടിവിൽ 29 എന്നൊരു പ്രൈസിലാണ് സ്റ്റോക്ക് ഒരു ക്ലോസിംഗ് എടുത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ ഒരു 4 വീക്കുകളൊക്കെ ആയിട്ട് ഒരു നേരിയ ഇടിവ് രേഖപ്പെടുത്തിയാണ് സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ട്രെഡൻറ്റിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? Trident is a small cap stock, and Trident കേസിൽ ലോങ് ടേം ട്രെൻഡ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ സ്റ്റോക്ക് ഇതിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു സപ്പോർട്ട് 29 രൂപ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ലെറ്റ് us വെയിറ്റ് ആൻഡ് സി 29 രൂപയുടെ സപ്പോർട്ട് നിലനിൽക്കുന്നുണ്ടോ എന്ന്. അത് നിലനിർത്താൻ സാധിച്ചാൽ വരും സെഷൻസിൽ നമുക്ക് ഷോർട്ട് ടേമിന് വേണ്ടി ഒരു ട്രേഡിംഗ് അവസരം ലഭ്യമാകും. സാർ, ഇനി നമുക്ക് അറിയേണ്ട ഒരു സ്റ്റോക്ക് ഗുജറാത്ത് ഗ്യാസ് ലിമിറ്റഡ് ആണ്. ഇന്നലെയും 2% ഒരു ഇടിവാണ് സ്റ്റോക്ക് രേഖപ്പെടുത്തിയത്. 453 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡർ പ്രൈസാണ് സ്റ്റോക്കിൻ്റെതായിട്ട് കാണുന്നത്. കഴിഞ്ഞ 3 മാസങ്ങളിൽ മാർച്ച് തുടങ്ങി സ്റ്റോക്ക് നേരിയ ഒരു നേട്ടം രേഖപ്പെടുത്തുന്ന നിലയിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗുജറാത്ത് ഗ്യാസ് ലിമിറ്റഡിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഗുജറാത്ത് ഗ്യാസിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബെയറിഷും ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷുമായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിന്റെ വളരെ മേജർ ഒരു റെസിസ്റ്റൻസ് 480, 495 ഈ റേഞ്ചിലാണ് കാണാൻ സാധിക്കുന്നത്. സോ കഴിഞ്ഞ ആഴ്ച ഈ ഒരു ലെവൽ എത്തിയതിനു ശേഷമായിരുന്നു നമുക്ക് പ്രോഫിറ്റ് ടേക്കിംഗ് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിച്ചത്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് 430. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് ലോങ് പൊസിഷൻസ് മെയിൻറ്റെയിൻ ചെയ്യരുത്. ഇന്നത്തെ മാർക്കറ്റിൽ നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈങ് അവസരം ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. ഇനി NCC ലിമിറ്റഡിനെ പറ്റിയാണ് അറിയേണ്ടത്. 1.9% ഇടിവിൽ 219 എന്നൊരു നിലയിലാണ് ക്ലോസിംഗ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ജൂലൈ 2024 ഒരു ഓൾ ടൈം ഹൈ സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്തതായിട്ട് കാണുന്നത്. അതിനുശേഷം പിന്നീട് അങ്ങോട്ട് സ്റ്റോക്കിലൊരു ഇടിവാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഏകദേശം 40%-ൻ്റെയൊക്കെ ഒരു ഇടിവ് രേഖപ്പെടുത്തി നിൽക്കുന്ന നിലയിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നത്. NCCയിൽ താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്താണ്? NCCയുടെ കേസിലും ലോങ് ടേം ട്രെൻഡ് ബെയറിഷും ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷുമായിട്ടാണ് കാണുന്നത്. ബട്ട് കഴിഞ്ഞ 2 ആഴ്ചക്കിടെ ഈ സ്റ്റോക്കിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ട്. അതിനെ തുടർന്ന് അല്പം വീക്ക്നെസ് ഈ സ്റ്റോക്കിൽ കാണുന്നുണ്ട്. സ്റ്റോക്കിന്റെ 2 മേജർ സപ്പോർട്ട് ഏരിയ, ആദ്യത്തെ 214, അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 207. സോ ലെറ്റ് us വെയിറ്റ് ആൻഡ് സി 207, 214 ഈ സപ്പോർട്ട് നിലനിൽക്കുന്നുണ്ടോ എന്ന്. അത് ഹോൾഡ് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് ലോ റിസ്കിലെ പുതിയ അവസരം ലഭിക്കത്തുള്ളൂ. ഇനി നമുക്ക് റെയിൽവേ സെക്ടറിൽ നിന്നുള്ള IRDAയുടെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. IRDAയുടെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ നിലവിൽ നമുക്ക് കാണുന്നത് ഇന്നലെ 3% മുകളിലേക്കൊക്കെ ഒരു ഇടിവ്, ഏകദേശം 4%-ലേക്ക് അടുത്തൊരു ഇടിവ് രേഖപ്പെടുത്തിയാണ് സ്റ്റോക്ക് ട്രേഡിംഗ് ക്ലോസ് ചെയ്തത്. 158 ലാസ്റ്റ് ട്രേഡർ പ്രൈസ്. കഴിഞ്ഞ 3 മാസങ്ങളിൽ നേരിയ നേട്ടത്തിൽ ഒരു കൺസോൾട്ടേഷൻ പോലെയായിരുന്നു സ്റ്റോക്കിൽ ഒരു ട്രേഡിംഗ് കാണാൻ സാധിച്ചത്. എന്നാൽ ഈ ഒരു മാസം നോക്കുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 9% ഇടിവും സ്റ്റോക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. താങ്കൾ ഈ ഒരു സ്റ്റോക്കിൽ മുന്നോട്ട് ഒരു കുതിപ്പിനുള്ള സാധ്യത കാണുന്നുണ്ടോ? വിഷ്ണു, IRDAയുടെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബെയറിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസുമായിട്ടാണ് കാണുന്നത്. മാർച്ച് മാസത്തിന് ശേഷം ഈ സ്റ്റോക്ക് വലിയൊരു ട്രേഡിംഗ് റേഞ്ച് ക്രിയേറ്റ് ചെയ്തിരുന്നത് 140 ആയിരിക്കും ബേസും 185 മേജർ ടോപ്പുമായിട്ട്. സോ ഈ 140, 185 ഈ ഒരു റേഞ്ചിലാണ് കഴിഞ്ഞ 3-4 മാസമായിട്ട് ഈ സ്റ്റോക്ക് ട്രേഡിംഗ് നടത്തി വരുന്നത്. അറ്റ് ദ മൊമെന്റ് നമുക്ക് ഈ സ്റ്റോക്കിലെ ലോ റിസ്കിൽ ഒരു ബൈങ് അവസരം കാണുന്നില്ല. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിന് 2 മേജർ സപ്പോർട്ട്സാണ് കാണുന്നത്. ആദ്യത്തെ 150, അതിനുശേഷം 140. സോ ലെറ്റ് us വെയിറ്റ് ആൻഡ് സി ഈ 2 സപ്പോർട്ട് ലെവൽസ് ഹോൾഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്ന്. അതിനുശേഷം ലോ റിസ്ക് ബൈങ് അവസരങ്ങൾ കണ്ടെത്താം. ഇനി നമുക്ക് ആദിത്യ ബിർള ക്യാപിറ്റലിനെ പറ്റിയാണ് അറിയേണ്ടത്. 0.21% ഒരു ഇടിവിൽ 255 എന്നൊരു നിലയിലാണ് സ്റ്റോക്ക് ക്ലോസ് ചെയ്തതായിട്ട് കാണുന്നത്. സ്റ്റോക്കിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ വലിയ കുതിപ്പാണ് ഏപ്രിലിന് ശേഷം സ്റ്റോക്ക് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ മാസവും പോസിറ്റീവായ ഒരു ക്ലോസിംഗ് സ്റ്റോക്ക് എടുക്കുന്നുണ്ട്. മാത്രമല്ല 72% ഒരു റിട്ടേൺ ഏപ്രിലിന് ശേഷം സ്റ്റോക്ക് നൽകിയിട്ടുണ്ട്. ഈ ഒരു മാസം പുതിയ ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തതായിട്ടും കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. AB ക്യാപിറ്റലിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? AB ക്യാപിറ്റലിന്റെ കേസിൽ അണ്ടർടോൺ വളരെ ബുള്ളിഷായി തുടരുന്നു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. സ്റ്റോക്കിന്റെ അടുത്ത മേജർ റെസിസ്റ്റൻസ് 265, അതിനുശേഷം 280 ആയിരിക്കും.
ഹൗഎവർ കറണ്ട് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. പ്രോഫിറ്റ് ടേക്കിംഗ് കറക്ഷൻ നടക്കുന്ന സമയത്ത് മാത്രമേ പുതിയ ലോങ് പൊസിഷൻസ് കൺസിഡർ ചെയ്യാവൂ. ഇനി അറിയേണ്ട ഒരു സ്റ്റോക്ക് ഡിവിസ് ലാബാണ്. ഇന്നലത്തെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ ഇടിവിലായിരുന്നു സ്റ്റോക്ക് ട്രേഡിംഗ് അവസാനിപ്പിച്ചത്. 0.8% ഇടിവിൽ സ്റ്റോക്കിൻ്റെ ഒരു ക്ലോസിംഗ് പ്രൈസ് 6493 എന്നുള്ളൊരു നിലയിലാണ് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ 3 മാസങ്ങളിൽ സ്റ്റോക്ക് നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ക്ലോസിംഗ് ആണ് നടത്തിയിരിക്കുന്നത്. ഈ ഒരു മാസം നോക്കുമ്പോൾ ഒരു പുതിയ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തതായിട്ടും കാണുന്നുണ്ട്. ഡിവിസ് ലാബിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഡിവിസ് ലാബിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് കഴിഞ്ഞ 5-8 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് നേരിയ തോതിൽ പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം നമ്മൾ ഷോർട്ട് ടേമിന് വേണ്ടി ഒരു പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 6400 ആയിരിക്കും. ഇന്നത്തെ മാർക്കറ്റിൽ നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈങ് അവസരം കാണാൻ സാധിക്കുന്നുണ്ട് ഈ സ്റ്റോക്ക്. സാറിന് നമുക്ക് കേരള ബേസ്ഡ് ആയിട്ടുള്ള ഡിഫൻസിൽ നിന്നുള്ള കൊച്ചിൻ ഷിപ്പ്യാർഡിനെ പറ്റി അറിയേണ്ടതുണ്ട്. 2.7% ഒരു ഇടിവാണ് ഇന്നലെ രേഖപ്പെടുത്തിയത്. 2085 എന്നൊരു നിലയിലാണ് ക്ലോസിംഗ് എടുത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്ക് വീക്കിലി ട്രേഡിംഗ് നോക്കുമ്പോൾ കഴിഞ്ഞ ഈ ഒരു 2 വീക്കായിട്ട് നേരിയ ഒരു ഇടിവ് സ്റ്റോക്ക് രേഖപ്പെടുത്തുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ 3 മാസങ്ങളിലെ വലിയൊരു കുതിപ്പിന് ശേഷമുള്ളൊരു ഇടിവായിട്ട് നമുക്കിതിനെ കണ്ടാൽ മതി. അതായത് പ്രോഫിറ്റ് ബുക്കിംഗ് ആണോ? ഇനി താങ്കളുടെ ഈ ഒരു സ്റ്റോക്കിൽ എന്താണ് താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ ഉള്ളത്? കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. ബട്ട് കഴിഞ്ഞ 2 ആഴ്ചക്കിടെ ഈ സ്റ്റോക്കിൽ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ട്. ആൻഡ് കഴിഞ്ഞ ഒരു 5 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് ഒത്തിരി വോളറ്റിലിറ്റി ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്നത്തെ മാർക്കറ്റിൽ നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് അവസരം ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. ഇതിന്റെ ഒരു മേജർ സപ്പോർട്ട് 2040 രൂപയിലാണ് കാണുന്നത്. ലെറ്റ് us വെയിറ്റ് ആൻഡ് സി 2040 സപ്പോർട്ട് നിലനിൽക്കുന്നുണ്ടോ എന്ന്. അതിനുശേഷം അടുത്ത ആഴ്ച നമുക്ക് ലോ റിസ്ക് ബൈങ് അവസരം കണ്ടെത്താം. സാർ, ഇന്നലെ നമ്മൾ നോക്കുമ്പോൾ ഏഷ്യർ മോട്ടോഴ്സിന് വലിയ രീതിയിലുള്ള ഒരു നേട്ടം രേഖപ്പെടുത്താൻ ട്രേഡിങ്ങിൽ സാധിച്ചിരുന്നു. 1.86% ഒരു കുതിപ്പാണ് സ്റ്റോക്കിൽ കണ്ടത്. സ്റ്റോക്കിൻ്റെ ഒരു ഓൾ ടൈം ഹൈ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏപ്രിൽ 2025 അതിൽ ആ ഒരു ഓൾ ടൈം ഹൈയുടെ അടുത്ത് തന്നെയാണ് സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നത്. മാത്രമല്ല നേരിയ തോതിലുള്ള ഒരു കൺസോൾട്ടേഷൻ നമുക്ക് മന്ത്ലി ട്രേഡിങ്ങിൽ കാണാനും സാധിക്കുന്നുണ്ട്. പുതിയൊരു ഓൾ ടൈം ഹൈ ബ്രേക്കിനുള്ളൊരു സാധ്യത താങ്കൾ ഈ ഒരു ഓഹരിയിൽ കാണുന്നുണ്ടോ? ഐഷ മോട്ടോറിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നു. ഓൾമോസ്റ്റ് ഒരു 2 മാസം നീണ്ടു നിന്ന ഒരു കൺസോൾട്ടേഷൻ കറക്ഷനിൽ നിന്നും സ്റ്റോക്ക് നമുക്കിപ്പോൾ ബ്രേക്ക് ഔട്ട് നൽകിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും കറന്റ് ലെവൽസിൽ നമുക്ക് ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന 2 മേജർ റെസിസ്റ്റൻസ്, ആദ്യത്തെ 5640, അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും ഈ സ്റ്റോക്കിൽ നമുക്ക് പുതിയ ഓൾ ടൈം ഹൈ എക്സ്പെക്ട് ചെയ്യാം. നിലവിൽ ഇതിന്റെ ഓൾ ടൈം ഹൈ 5920 രൂപയ്ക്ക് അടുത്താണ് കാണുന്നത്. സാർ, കഴിഞ്ഞ ഒരു സെപ്റ്റംബർ 2024 ലിസ്റ്റ് ചെയ്ത പ്രീമിയർ എനർജീസ് ലിമിറ്റഡിനെ പറ്റിയാണ് ഇനി അറിയേണ്ടത്. സ്റ്റോക്കിനെ സംബന്ധിച്ച് ഇന്നലെ 3.2% ഒരു ഇടിവ് രേഖപ്പെടുത്തിയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ 3 മാസങ്ങളിൽ നേട്ടം രേഖപ്പെടുത്തി വന്ന സ്റ്റോക്ക് ഈ ഒരു മാസം ഇപ്പോൾ ഒരു 8% ഇടിവ് രേഖപ്പെടുത്തുന്ന ഒരു നിലയിലാണ് ട്രേഡിംഗ് തുടരുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കൾ ഇനി വാച്ച് ചെയ്തിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? വിഷ്ണു, പ്രീമിയർ എനർജി ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഈ സ്റ്റോക്കിൽ ഒത്തിരി സെല്ലിംഗ് പ്രഷർ വന്നതിനെ തുടർന്ന് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി മാറിയിട്ടുണ്ട്. സോ നമ്മുടെ കയ്യിൽ ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 920 രൂപയുടെ സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കണം. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് ലോങ് പൊസിഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് വളരെ റിസ്കി ആയിരിക്കും. കറന്റ് ലെവൽസിലെ പുതിയ ലോങ് പൊസിഷൻസ് പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുക. മണപ്പുറം ഫിനാൻസിനെ പറ്റിയാണ് ഇനി അറിയേണ്ടത്. 0.43% ഒരു ഇടിവിൽ 263 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡർ പ്രൈസാണ് സ്റ്റോക്കിൽ കാണുന്നത്. സ്റ്റോക്കിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഡിസംബർ മുതൽ ഇപ്പോൾ സ്റ്റോക്ക് ഓൾമോസ്റ്റ് ഒരു 70%-ൻ്റെയൊക്കെ നേട്ടം നൽകി കഴിഞ്ഞതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല ഈ ഒരു മാസം പുതിയ ഓൾ ടൈം ഹൈ സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്തതായിട്ടും കാണുന്നുണ്ട്. മണപ്പുറം ഫിനാൻസിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ് ഇനി? മണപ്പുറം ഫിനാൻസിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. കഴിഞ്ഞ 5-6 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് നൽകിയിരിക്കുന്ന ആ ഒരു സെല്ലിംഗ് പ്രോഫിറ്റ് ബുക്കിങ്ങിനെ തുടർന്ന് ലോ റിസ്ക് ആയിട്ട് ഒരു പുതിയ ബൈങ് ഓപ്പർച്യൂണിറ്റി നമുക്ക് വരുന്നുണ്ട്. നമ്മൾ ഈ ആഴ്ചത്തെ ട്രേഡിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 270 രൂപ. 270ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഈ സ്റ്റോക്കിൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 280, അതിനുശേഷം 290 ആയിരിക്കും.
സാറിന് ഈ ജുബിലൻറ്റ് ഫുഡ് വർക്കിനെ കുറിച്ചാണ് അറിയേണ്ടത്. 683 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡർ പ്രൈസാണ് കാണുന്നത്. 0.26% നേട്ടമാണ് ഇന്നലത്തെ ട്രേഡിംഗിൽ സ്റ്റോക്ക് കാഴ്ചവെച്ചത്. നമുക്ക് മന്ത്ലി ട്രേഡിംഗ് നോക്കുമ്പോൾ നേരിയ ഒരു കൺസോൾട്ടേഷൻ ഈ ഒരു സ്റ്റോക്കിൽ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ജുബിലൻറ്റ് ഫുഡ് വർക്കിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ജുബിലന്റ് ഫുഡിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വൈസ് ആയിട്ടാണ് കാണുന്നത്. കഴിഞ്ഞ ഡിസംബർ മാസത്തിന് ശേഷം നമ്മൾ സ്റ്റോക്ക് സ്റ്റഡി ചെയ്യുമ്പോഴേക്കും ഈ സ്റ്റോക്ക് ഒരു വലിയൊരു കൺസോൾട്ടേഷൻ ഫേസിലോട്ടാണ് പോയിരിക്കുന്നത്. ഈ സ്റ്റോക്കിന്റെ ഒരു മേജർ സപ്പോർട്ട് എനിക്ക് കാണാൻ സാധിക്കുക 650 രൂപയിൽ. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് ഈ സ്റ്റോക്കിലെ ലോങ് പൊസിഷൻസ് മെയിൻറ്റെയിൻ ചെയ്യരുത്. നമുക്കൊരു പുതിയ ലോ റിസ്ക് ബൈങ് അവസരം ലഭിക്കണമെങ്കിൽ ഈ സ്റ്റോക്ക് 720 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. സാറിന് ഈ നാഷണൽ അലൂമിനിയത്തെ പറ്റിയാണ് അറിയേണ്ടത്. 2.29% ഒരു ഇടിവിൽ 181 എന്നൊരു നിലയിലാണ് സ്റ്റോക്ക് ക്ലോസിംഗ് എടുത്തതായിട്ട് കാണുന്നത്. സ്റ്റോക്കിൽ കഴിഞ്ഞ മാസം നമുക്ക് 15% ഒരു റിട്ടേൺ ആണ് സ്റ്റോക്ക് രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നത്. നാഷണൽ അലൂമിനിയത്തിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? വിഷ്ണു, നാഷണൽ അലൂമിനിയത്തിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബെയറിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസുമായിട്ട് കാണുന്നത്. ഈ സ്റ്റോക്കിൽ നമുക്ക് ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 175 സപ്പോർട്ട് കെയർഫുൾ ആയിട്ട് വാച്ച് ചെയ്യണം. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് ലോങ് പൊസിഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് വളരെ റിസ്കി ആയിരിക്കും. ഈ സ്റ്റോക്കിൽ നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈങ് അവസരം ലഭിക്കണമെങ്കിൽ നമ്മൾ ഈ സ്റ്റോക്കിൽ 196 രൂപയുടെ റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കാം. 196 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. സാറിന് നമുക്ക് ആസ്റ്റർ ഡി എമ്മിനെ പറ്റിയാണ് അറിയേണ്ടത്. 0.3% ഒരു നേട്ടത്തിൽ 571 എന്നൊരു നിലയിലാണ് സ്റ്റോക്ക് ക്ലോസ് ചെയ്തതായിട്ട് കാണുന്നത്. സ്റ്റോക്കിൽ കഴിഞ്ഞ 4 മാസങ്ങളിലായി സ്റ്റോക്കിൽ ഈ നേട്ടമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ മാസം പുതിയൊരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തതായിട്ടും സ്റ്റോക്ക് നമുക്ക് കാണുന്നുണ്ട്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ആസ്റ്റർ ഡി എമ്മിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. ബട്ട് കഴിഞ്ഞ 4 ആഴ്ചക്കിടെ ഈ സ്റ്റോക്കിൽ നമുക്ക് ഒരു പുതിയ ഓൾ ടൈം ഹൈ നൽകിയതിനു ശേഷം 610, 540 ഈ ഒരു റേഞ്ചിലെ കൺസോൾട്ടേഷൻ നടക്കുന്നുണ്ട്. നമുക്ക് ഈ ആഴ്ചത്തെ ട്രേഡിൽ നമുക്ക് 575 റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കുക. 575 മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചാൽ വീണ്ടും നമുക്ക് ലോ റിസ്ക് ബൈങ് അവസരം ലഭിക്കും. പിന്നീടുള്ള റെസിസ്റ്റൻസ് ലെവൽ 585, 595, 615. ഇനി നമുക്ക് ബജാജ് ഫിനാൻസിനെ പറ്റിയാണ് അറിയേണ്ടത്. ബജാജ് ഫിനാൻസ് ഇന്നലെ 2% ഇടിവാണ് രേഖപ്പെടുത്തിയത്. 900 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡർ പ്രൈസാണ് സ്റ്റോക്ക് രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നത്. ഈ ഒരു മാസം നോക്കുമ്പോൾ സ്റ്റോക്ക് പുതിയൊരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ബജാജ് ഫിനാൻസിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ബജാജ് ഫിനാൻസിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ഈ സ്റ്റോക്കിൽ ഹെവി സെല്ലിംഗ് പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നു. അതിനെ തുടർന്ന് ഒരു റിസ്കി സിറ്റുവേഷനിലോട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. കാര്യം ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറാൻ നല്ല പോസിബിലിറ്റി കാണുന്നുണ്ട്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 885 സപ്പോർട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കുക. ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് ലോങ് പൊസിഷൻസ് മെയിൻറ്റെയിൻ ചെയ്യരുത്. ലോ റിസ്ക് ആയിട്ട് ഇന്നത്തെ ട്രേഡിൽ നമുക്ക് ഒരു ബൈങ് അവസരം കാണാൻ സാധിക്കുന്നുണ്ട്. സാറിനെ അറിയേണ്ടത് റിലാക്സോ ഫുഡിനെ പറ്റിയാണ്. നിലവിൽ നോക്കുമ്പോൾ 2.4% ഒരു ഇടിവാണ് സ്റ്റോക്ക് രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിനെ സംബന്ധിച്ച് പറയാനുള്ളത് കഴിഞ്ഞ കുറേ മാസങ്ങളായി തുടർച്ചയായ ഒരു ഇടിവ് രേഖപ്പെടുത്തുന്ന നിലയിലാണ് സ്റ്റോക്ക് ട്രേഡിംഗ് രേഖപ്പെടുത്തുന്നതായിട്ട് കാണുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? Relaxo is a small cap stock and ഈ സ്റ്റോക്കിന്റെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 390 സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കുക. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് നമ്മൾ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ മെയിൻറ്റെയിൻ ചെയ്യരുത്. ഈ സ്റ്റോക്കിൽ നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈങ് അവസരം ലഭിക്കണമെങ്കിൽ 463 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ പിന്നീടുള്ള റെസിസ്റ്റൻസ് 510, 540 ആയിരിക്കും. സാർ, അവസാനമായ ഒരു സ്റ്റോക്ക് കൂടി ചോദിച്ച് നിർത്തുകയാണ്. യെസ് ബാങ്ക് ആണ് ഇനി നമുക്ക് അറിയേണ്ടത്. യെസ് ബാങ്കിൻ്റെ ഒരു ട്രേഡിംഗ് നമ്മൾ നോക്കുമ്പോൾ ഇന്നലെ നമുക്ക് കാണാൻ സാധിച്ചത് സ്റ്റോക്കിൽ ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നിലയിലുള്ള ഒരു ക്ലോസിംഗ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. യെസ് ബാങ്കിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? യെസ് ബാങ്കിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബെയറിഷും ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷുമായിട്ട് കാണുന്നത്. കഴിഞ്ഞ 5 ട്രേഡിംഗ് സെഷൻസിൽ ഈ സ്റ്റോക്കിൽ നല്ലൊരു ഹെൽത്തി പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ട്. നമ്മൾ 19 രൂപയുടെ സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കണം. അടുത്ത 2-3 ട്രേഡിംഗ് സെഷൻസിൽ
19 രൂപയുടെ സപ്പോർട്ട് നിലനിൽക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈങ് അവസരം ലഭിക്കും. അങ്ങനെയാണെങ്കിൽ പിന്നീടുള്ള റെസിസ്റ്റൻസ് 20 രൂപ, 21 രൂപ, 22 രൂപ, ഇത് മൂന്നും ആയിരിക്കും റെസിസ്റ്റൻസ് ലെവൽസ്. താങ്ക് യു സാർ, ഇത്രയും അപ്ഡേറ്റ്സും അനാലിസും മൈഫിൻ്റെ ഈ ഒരു പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവച്ചതിന്. ഏതായാലും നമ്മൾ മാർക്കറ്റ് പ്ലസിൻ്റെ ഇപ്പോഴൊരു എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കണം. നമ്മുടെ അടുത്ത ഷോ എന്ന് പറയുന്നത് മാർക്കറ്റ് സ്ക്രീനറാണ്. സോ പ്രേക്ഷകരുടെ സ്റ്റേ ട്യൂൺഡ്.